റഷ്യയിൽ നിന്ന് അത്യാധുനികമായ റഡാർ സംവിധാനമായ വൊറോഷ്നോവ് സ്വന്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യ. $4 ബില്യൺ ഇതിനായി ഇന്ത്യ ചെലവിടുന്നതെന്നാണ് വിവരം. 8000 കിലോമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ചുള്ള വൊറോനിഷ് റഡാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നാണ് സൂചന. പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വൊറോനിഷ് റഡാർ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. റഷ്യൻ സൈന്യം 2012 മുതൽ ഈ റഡാർ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 10ഓളം വൊറോനിഷ് റഡാർ സംവിധാനങ്ങൾ റഷ്യയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഇവയുടെ നവീകരിച്ച അത്യാധുനിക പതിപ്പാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. റഷ്യയിലെ അൽമാസാൻഡോ കോർപ്പറേഷൻ നിർമ്മിച്ച വൊറോനിഷ് റഡാർ സംവിധാനത്തിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിവരം. സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപണമോ ആക്രമണമോ ഉണ്ടായാൽ അത് വൊറോനിഷ് റഡാർ കണ്ടെത്തും. ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻതോതിലുള്ള വിക്ഷേപണം പോലുള്ള ഭീഷണികൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ റഡാർ സംവിധാനങ്ങളുടെ പ്രധാന ജോലി. ഭൗമ ബഹിരാകാശ വസ്തുക്കളും അവശിഷ്ടങ്ങളും നിരീക്ഷിച്ച് കണ്ടെത്താനുള്ള റഡാറിന്റെ കഴിവ് ISROയ്ക്കും സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ISRO തയ്യാറാക്കുന്ന സുപ്രധാന ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. റഷ്യൻ സൈന്യം 2012 മുതൽ ഈ റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൊവ്വാഴ്ച മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന് അപാരമായ സാധ്യതകളുണ്ടെന്നും സംയോജിത ശ്രമങ്ങൾ ശ്രദ്ധേയമായ ഫലങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഏറ്റവും ഉയരമുള്ള പർവ്വതത്തെക്കാൾ ഉയർന്നതും ആഴമേറിയ സമുദ്രത്തെക്കാൾ ആഴമുള്ളതുമാണെന്നും യോഗത്തിൽ സിംഗ് പറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ എക്കാലവും റഷ്യൻ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ഭാവിയിലും അത് തുടരുമെന്നും പ്രതിരോധ മന്ത്രി പുടിനെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും സിംഗ് പ്രസിഡന്റ് പുടിനെ അറിയിച്ചു. കൂടാതെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ വിഷയങ്ങൾ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തുവെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സൈനിക സഹകരണത്തിനുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് സെഷനിൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവിനൊപ്പം ചേർന്ന് അധ്യക്ഷത വഹിച്ച ശേഷമാണ് പ്രതിരോധ മന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ സന്ദർശിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി റഷ്യയിൽ എത്തിയത്.